ഇന്ന് നേന്ത്രപ്പഴം വെച്ച് നല്ലൊരു ഫ്രൈ ഉണ്ടാക്കാം. അതിനായി ഇതിലേക്കുള്ള പൊടികൾ മിക്സ് ചെയ്തെടുക്കാം. ഒരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ റവ, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇനി ഞാനിവിടെ 4 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരുപാടങ്ങ് പഴുത്തു പോകാത്ത നേന്ത്രപ്പഴം വേണം എടുക്കാൻ. ഇതിനി ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് പതുക്കെ മിക്സ് ചെയ്യാം. വെള്ളം ആവശ്യമെങ്കിൽ മാത്രം സ്വല്പം ചേർക്കാം. നേന്ത്രപ്പഴത്തിൽ നല്ല ഈർപ്പമുണ്ടെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യം വരില്ല. ഇനി പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ ഓയിൽ ഒഴിച്ച് ഇത് കുറേശ്ശെ ഇട്ട് തിരിച്ചും മറിച്ചും ഇട്ട് ഫ്രൈ ആക്കിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുന്നതാണ്. ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റിയായ ബനാന ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്.